നോ ലീഗൽ സ്റ്റേറ്റസ് ഓർ അതോറിറ്റിയോ, ഒരു തരത്തിലുള്ള അതോറിറ്റിയോ അല്ലെങ്കിൽ രാജസ്ഥാനിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ ഒരു ലീഗൽ സ്റ്റാറ്റസും. രാജസ്ഥാനിൽ ജലോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 15ഓളം ഗ്രാമങ്ങളിൽ പെൺകുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നുള്ള ഒരു ഉത്തരവാണ് വന്നിട്ടുള്ളത്. കേട്ടു നോക്കാം. समाज में बहू व बेटियों के पास कैमरा वाला मोबाइल नहीं रहेगा। मोबाइल फोन बिना कैमरा वाला जिससे बातचीत हो सके वह रख सकती है, जिसे सर्वसहमति से प्रस्ताव पास किया गया। पढ़ाई करने वाली लड़कियां पढ़ाई की जरूरत में अगर जरूरी लगे तो वो बच्ची घर आने के बाद मोबाइल अपने घर से बाहर नहीं ला सकती। शादी ब्याह या किसी भी प्रकार का सार्वजनिक समारोह में लेकर नहीं आ सकती। यहाँ तक कि पड़ोसी के घर भी लेकर नहीं जा सकती, जिसे समझ सुंदापटी ने सहमति प्रदान की। जय बोले राजेश्वर भगवान की जय। ഇതാണിപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് രാജസ്ഥാനിൽ ജലോറിൽ. ഇതെന്താണെന്നല്ലേ, ഒരു ന്യൂസ് കട്ടിംഗ് കൂടി ഉണ്ട്, അത് കേട്ടു നോക്കാം. സ്ത്രീകൾ ക്യാമറയുള്ള ഫോണുകൾ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് രാജസ്ഥാനിലെ ജലോറിലെ ഖാപ്പു പഞ്ചായത്ത്. സ്ത്രീകൾ വീടുകളിൽ മാത്രം മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ മതി. മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം കുറയ്ക്കാനാണ് തീരുമാനമെന്ന് ഖാപ്പ് പഞ്ചായത്ത് അധ്യക്ഷൻ പറയുന്നുണ്ട്. രാജസ്ഥാനിലെ ജലോറിലാണ് സ്ത്രീകൾ ക്യാമറയുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനെ ഖാപ്പ് പഞ്ചായത്ത് വിലക്കിയിരിക്കുന്നത്. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ള ഒരു ഉത്തരവും ഈ ഖാപ്പ് പഞ്ചായത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. വീടുകൾക്കുള്ളിൽ മാത്രമേ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കൂ, അതും കീപാഡ് മൊബൈൽ ഫോണുകൾ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ എന്നാണ് ഖാപ്പ് പഞ്ചായത്ത് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ സ്ത്രീകളിലും കുട്ടികളിലും മൊബൈൽ ഫോണിന്റെ ഉപയോഗം കൂടി വരുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്നാണ് ഈ ഖാപ്പ് പഞ്ചായത്തിന്റെ അധ്യക്ഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു ഇളവും ഈ ഖാപ്പ് പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും, അതും വീടുകൾക്കുള്ളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നാണ് ഇപ്പോൾ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഞായറാഴ്ച ചേർന്ന ഒരു ഖാപ്പ് പഞ്ചായത്ത് യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. ഇതിന്റെ ദൃശ്യങ്ങൾ, ഈ തീരുമാനം ഈ ഖാപ്പ് പഞ്ചായത്ത് അധ്യക്ഷൻ വായിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത്. ഇതിനുശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പല ഭാഗത്തു നിന്നും ഇതിനെതിരെ വന്നിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇതിൽ പറയുന്നത് ഇതുവരെ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. പരാതി ലഭിക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവിടെ എക്സെപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, പക്ഷേ വീട്ടിൻ്റെ അകത്തു നിന്നും മാത്രം. അതുപോലെ ഇതിനുള്ള റീസൺ, അതായത് ഈ പെൺകുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് പറയാനുള്ള കാരണം മൊബൈൽ ഫോണിന്റെ ഉപയോഗം അധികരിക്കുന്നുവെന്നും അതുകൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത്. ഇവിടെ എവിടെയാണ് നമ്മളുടെ ഭരണഘടനയുള്ളത്? ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഈക്വാലിറ്റി എന്നൊരു കാര്യമുണ്ട്. എല്ലാവർക്കും തുല്യ അവകാശം നൽകണമെന്ന്. ഇവിടെ എവിടെയാണ് തുല്യ അവകാശം? എന്തേ ആണുങ്ങൾ, പുരുഷന്മാർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ലേ? അവർക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ വരില്ലേ? ഇനി ഈ ഖാപ്പ് പഞ്ചായത്ത് എന്ന് പറഞ്ഞു, ഈ ഖാപ്പ് പഞ്ചായത്ത് ലീഗലാണോ? ഒരിക്കലുമല്ല. ഇന്ത്യയിൽ ഖാപ്പ് പഞ്ചായത്ത് എന്ന് പറയുന്നത് നോ ലീഗൽ സ്റ്റേറ്റസ് ഓർ അതോറിറ്റിയോ, ഒരു തരത്തിലുള്ള അതോറിറ്റിയോ അല്ലെങ്കിൽ രാജസ്ഥാനിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ ഒരു ലീഗൽ സ്റ്റാറ്റസും ഈ ഖാപ്പ് പഞ്ചായത്തിനില്ല. അതുമാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞിട്ട് എക്സ്പ്ലിസിറ്റ്ലി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവരുടെ ഈ ഖാപ്പ് പഞ്ചായത്തിന്റെ എന്തെങ്കിലും ആക്ഷനോ അല്ലെങ്കിൽ ഇന്റർവെൻഷൻസോ പേഴ്സണൽ മാറ്റേഴ്സിൽ ഉണ്ടാവാൻ പാടില്ല. അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഇല്ലീഗൽ ആൻഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാണ് പറഞ്ഞത്. ഭരണഘടന വിരുദ്ധമാണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. 2018 കേസിലടക്കം പറഞ്ഞു. 2018 കേസ് എന്ന് പറയുന്നത് ശക്തി വാഹിനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2018 എന്ന ഒരു കേസുണ്ട്. ഒരു കേസല്ല, ഒരുപാട് കേസുണ്ട്. അതിൽ ഒരു കേസാണിത്. ഈ ഒരു കേസിലും പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ മാറ്റേഴ്സിൽ, പ്രത്യേകിച്ചും മാരേജ് പോലത്തെ മാറ്റേഴ്സിലൊന്നും ഈ ഖാപ്പ് പഞ്ചായത്ത് ഇടപെടാൻ പാടില്ല. ഇടപെട്ട് കഴിഞ്ഞാൽ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് മാത്രമല്ല അബ്സല്യൂട്ട്ലി ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇത് ചെയ്യാനുള്ള ധൈര്യം വന്നിട്ടുള്ളത്? അതും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലെ പോസ്റ്റ് ഇട്ടത് ഒരു പക്ഷെ വേറെ ആരെങ്കിലും ആകാം. പക്ഷെ ഈ വീഡിയോ എടുക്കുമ്പോൾ അവർ കാണുമല്ലോ എന്തിനാണ് വീഡിയോ എടുക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അവരത് വിലക്കിയില്ല. അവർക്കറിയാം ഇത് പോയി കഴിഞ്ഞാൽ, പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല എന്ന്. അവർക്കറിയാം അവരെ രക്ഷിക്കാൻ ഒരുപാട് പേരുണ്ടാവുമെന്ന്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ പോലീസ് പറഞ്ഞിട്ടുള്ളത് കംപ്ലൈന്റ് തന്നു കഴിഞ്ഞാൽ കേസ് എടുക്കുമെന്നാണ്.
ഇതൊക്കെ സ്യൂമോട്ടോ കേസ് എടുക്കേണ്ട കാര്യമാണ്. കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഖാപ്പ് പഞ്ചായത്തിന് പേഴ്സണൽ മാറ്ററിൽ പോയിട്ട് ഒരു മാറ്ററിലും ഇടപെടാനുള്ള അധികാരം അവകാശവും ഇല്ല എന്ന് ഖാപ്പ് പഞ്ചായത്തിന് ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരിങ്ങനെ കൂടുന്നത് തന്നെ അത് ഇല്ലീഗലാണ്. അങ്ങനെ വരുമ്പോൾ അതൊക്കെ സ്വമേധയാ കേസെടുക്കേണ്ട വകുപ്പുകളാണ്. പ്രത്യേകിച്ചും ഭരണഘടന ഉറപ്പുവരുത്തുന്ന റൈറ്റ് ടു ഈക്വാലിറ്റി, നമ്മുടെ ഫണ്ടമെന്റൽ മൗലിക അവകാശത്തിൽ ആർട്ടിക്കിൾ 14 തൊട്ട് കളിക്കുമ്പോൾ അതൊക്കെ സ്വമേധയാ കേസെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പോലീസിന് എടുക്കാൻ പറ്റും, പക്ഷേ എടുക്കില്ല. ഇനി ഇതെന്താ സംഭവിക്കാണെന്നല്ല. കാരണം ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സ്ത്രീകൾക്ക് മാത്രമാണ് ഈ ഒരു വിലക്ക് വന്നിട്ടുള്ളത്, പുരുഷന്മാർക്ക് വന്നിട്ടില്ല. നമ്മൾ നോക്കണം, പല രാജ്യങ്ങളിലും, ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളും അവകാശങ്ങളും ഫ്രീഡവും സ്വാതന്ത്ര്യവും ഒക്കെ അധികരിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവിടെ അതൊക്കെ ചുരുക്കാനാണ് നോക്കുന്നത്. നമ്മൾ ഇന്ത്യയിലെ കാര്യം പറയുമ്പോൾ ഒരുപാട് BJP-ക്കാർ പറയും ഇവിടെ ഏറ്റവും കൂടുതൽ അടച്ച് പൂട്ടി നിൽക്കുന്നത് മുസ്ലിം സ്ത്രീകളെയാണെന്ന്. എന്നാൽ ഇപ്പോൾ കേരളത്തിന്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മുസ്ലിമിനെ പറ്റി പറയുമ്പോൾ മലപ്പുറത്തെയാണ് എടുക്കാറ്. അവിടുത്തെ സ്ത്രീകളൊക്കെ ഒരു അവകാശവുമോ ഒരു ഫ്രീഡമോ ഇല്ലാതെയാണ് ജീവിക്കുന്നതെന്ന്. എന്നാൽ ഈ മലപ്പുറത്തെ ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾ ഇപ്പോൾ പ്ലെയിൻ വരെ പറത്താൻ പോയിട്ടുണ്ട് എന്ന ന്യൂസുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ അതും ഇതും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും പ്രശ്നമുള്ളത് ഇവിടെ തന്നെയാണ്. മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാനുള്ള, അവരോട് പറഞ്ഞിട്ടുള്ളത് സാധാരണ കീപാഡുള്ള, അതായത് നമ്മുടെ പഴയ നോക്കിയ പോലത്തെ ഫോൺ ഉപയോഗിച്ചോളൂ, അല്ലാതെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഒരു മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിനു പോലും സമ്മതിക്കുന്നില്ല. എവിടത്തേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.